ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. മുണ്ടായിരുന്നോ? മുണ്ടെന്തായിരുന്നു. അങ്ങനെ ഗൈസ്, ഇന്ന് നമുക്കൊരു ഉമ്മാക്കുള്ള ഒരു 8ന്റെ പണി കൊടുത്താലോ. കുറേ ദിവസമായിട്ട് നമ്മൾ 8ന്റെ പണി കൊടുക്കലില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് വരുന്ന സംഭവമാണ് അല്ലേ? അതായത് സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിന്നൊരു കണ്ടന്റ് എടുക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു മഞ്ചേരിയിലെ പാത്രത്തിൻ്റെ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുണ്ടെങ്കിൽ അതിന് ഫ്രണ്ടിലൊരു കണ്ടന്റ് വേണമല്ലോ. അങ്ങനെ ആ കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ പഴയ പാത്രങ്ങളും കേടുന്ന പാത്രങ്ങളും നോക്കിങ്ങാണ്ട് ഫസ്റ്റ് എന്താക്കി, സിനിമയോട് ഇതൊക്കെ പെറുക്കിയിട്ട് ഇജ്ജ് പുറത്ത് കൊണ്ടുപോയിട്. അതാണ് നമ്മൾ ഫസ്റ്റത്തെ ഷോട്ട് പറഞ്ഞത്. അപ്പോൾ ഓൾ ഇടണ്ടാന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചത് പൊട്ടൂലാണെന്നാണ് വിചാരിച്ച്. ഞാൻ എടുത്തത് താഴത്തെ പെരത്തെ ഉമ്മാന്റെ ഫേവറേറ്റ് കുക്കർ, പിന്നെ ഉമ്മാടെ അവിടുത്തെ ദോശച്ചട്ടി, പിന്നെ ഇവിടുത്തെ പുതിയ വാങ്ങിയ ഫ്രൈ പാന്. ഇതിനൊന്നും പറ്റാതെ ഉമ്മാടെ പാത്രങ്ങൾ മാത്രം പൊട്ടി ഗൈസ്. അതായത് ഇതിന്റെ പിടി പോയി, ഇതായിരിക്കണം അതിന്റെ പിടി, കുക്കറിന്റെ പിടി ഇതായിരിക്കണേ. ഉമ്മയും അലേഹി കടയിലേക്ക് പോകുമ്പോ എന്നോട് പറഞ്ഞിട്ട് എന്റെ പാത്രങ്ങൾ കേടെടുത്തരുത്. അതേപോലെ തന്നെ കേടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ നിൽക്കുന്നുണ്ട്. കുക്കർ പോയി, കുക്കറിന്റെ തല പോയി. അതായത് ഈ വീട്ടിൽ ആകെ അപ്പം ചുട്ടാൽ റെഡി ആവുന്ന ഒരു ചട്ടിയായിരുന്നു ഇത്, അതും പൊട്ടി ഗൈസ്. അപ്പോൾ ഇത് രണ്ടും ഉമ്മയുടെ എന്നോ കാലത്തുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് ഏറ്റി വലിച്ച് കൊടുക്കുന്നതാണ്. എന്താണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. കുക്കർ പുതിയ. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും എനിക്കുള്ളത് ഇവിടെ കേൾക്കാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അത് നേരാക്കി കൊടുക്കും. ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ടോ നേരാക്കിയിട്ടൊക്കെ കൊടുക്കും കേട്ടോ. പക്ഷെ ഇതിനൊക്കെ ഒരു പിടി വെച്ചാൽ മതി, അതൊന്നും സീനില്ല. എന്തായാലും ഇത് വൈകുന്നേരത്ത് കൊണ്ടുപോയിട്ട് ഞാൻ പിടി വെച്ചോണ്ട്. ഓക്കെ, അപ്പം ഉമ്മ വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പം ഉമ്മയുടെ പ്രതികരണം പക്ക, അതായത് ഉമ്മ കാണാത്ത പ്രതികരണം അങ്ങനെ എടുക്കാം. ഇത് ഞാൻ പൊട്ടിച്ചു എന്നല്ല പറയാ, നിങ്ങളുടെ മരുമോള് പൊട്ടിച്ചു എന്ന് പറയും. പൊട്ടിച്ചത് ചെയ്യല്ലേ? എന്തായാലും നമുക്കത് നോക്കാം ഗൈസ്. ഇത് ചെയ്യാൻ പാടില്ല. എന്റെ പാത്രം പൊട്ടിക്കാതെ ചിമ്മാന്റെ പാത്രം പൊട്ടിച്ചത് മോശമായി. എറിഞ്ഞ ഷോട്ട് എടുത്തിട്ടില്ലേ? എന്തിനാ അങ്ങനെ കേറുന്നു? ഞാൻ അഭിനയിക്കാനല്ലേ പറഞ്ഞോളൂ. ഈ മനഃപൂർവ്വം താഴത്തെ പെരയത്തെ സാധനം പൊട്ടിച്ചല്ലേ? എന്റെ പുതിയ പെരയില് താഴത്തെ പെരയത്തെ സാധനം വേണ്ടാന്ന് പറഞ്ഞാൽ ഈ മനഃപൂർവ്വം എറിഞ്ഞ് പൊട്ടിച്ചല്ലേ? അതൊക്കെയാണ് വീഡിയോ കണ്ടന്റ്. അതാണ് ഉമ്മാനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുക. ഉമ്മ അലേഹിം പോയിട്ടുണ്ട് കാശ്. എന്തായാലും ഉമ്മ വന്നിട്ട് അങ്ങനത്തെ കാര്യം പറയാം. എന്നിട്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു ഡയലോഗൊക്കെ പറഞ്ഞിട്ട് കാശ് അലേഹിം ഉമ്മയും വരുന്നുണ്ട് തോന്നുന്നുണ്ട്. പോയിട്ടില്ല നിങ്ങള്? നിങ്ങൾ പോയില്ല? എന്താണ് ഇതിന് കോഴിമുട്ടായി വാങ്ങിയോ? എന്ത് വെയില്? ഈ ഒരു ബിസ്ക്കറ്റും പപ്പടം വാങ്ങാനാ പോയത് നിങ്ങള്? ഞാൻ ലേഹ വരുന്നത് എങ്ങനെ മനസ്സിലാക്കി അറിയോ? ഈ പേപ്പിളിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാളും കുഞ്ഞായ്മതിന്റെ കടയിൽ പോയിട്ട് വരുന്നുണ്ട്. ബിസ്ക്കറ്റോ പപ്പടം എന്തിനാ? ഇതിലേതാ നിങ്ങളുടെ കുക്കറും ചട്ടിയും? ആ ഒന്ന് വെറുതെ എറിഞ്ഞു നോക്കിയാ. ഞാൻ പാവം പോലെ നേരാക്കുന്ന കട എവിടെയുള്ളത്? ഞാൻ പൊട്ടിച്ചല്ല, നിങ്ങളെ മരുവോള്. ഓള് പറഞ്ഞെന്താ അറിയോ? ഇനി ഈ പെരയില് അങ്ങനത്തെ സാധനം വേണ്ടെന്ന് എറിഞ്ഞാ പൊട്ടിച്ചെടുക്കാം. ഞാനല്ല ഇന്നെ നോക്കണ്ട. ഞാൻ പറഞ്ഞു അതിൽ ഇട്ട മാത്രം ദോശ. ആരെറിഞ്ഞ്? ഞാൻ എറിയുമ്പോ പറഞ്ഞു ഇക്ക എറിയണ്ട ഇങ്ങനെ പിടിച്ച് കേടുന്ന പാത്രം എറി എറി എറിഞ്ഞ്. ഞാൻ എറിയാൻ പറഞ്ഞിട്ട് രാജാവല്ലേ നിങ്ങള് പറയും പോലെ കേക്കണ്ടേ? ഞാൻ അഭിനയിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അഭിനയിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അഭിനയിക്കാൻ പറഞ്ഞ പിന്നെ എന്താ അതൊക്കെ അങ്ങനെയല്ല, മെല്ലെ ഇടണോ? മെല്ലെ ഗ്യാപ്പ് മുതലാക്കി എറിഞ്ഞ പൊടിച്ച് ഇനി എന്താ ചെയ്യാ? ഇത് നേരാക്കാൻ പറ്റുമോ? പിടിയല്ലേ പോയിട്ടുള്ളൂ.
പിടി വെപ്പിച്ചുണ്ടടി. പിടി വെക്കാൻ പറ്റുമോ? എവിടെ വാല് മുറിയണ്? കുക്കറിന്റെ വാലൊന്നും മുറിഞ്ഞിട്ടില്ല. ആ പിടി വേറെ വെച്ച് തരുമല്ലേ? ഇത് ഇവിടെ വെക്കുക നിനക്ക് അറിയില്ലല്ലോ. എന്ത് എന്താക്കൂ? അതാ ഷോർട്ടാച്ച് റെഡി ആയിട്ടില്ല. ഒന്നുകൂടി എടുക്കണം, ഒന്നും കൂടി അറിയണം. പക്ഷെ അനക്കത് അഭിനയിച്ചാ മതിയായിരുന്നു. ഈ അത് റിയലാക്കി. അതെന്തോളം അങ്ങനെ ചെയ്ത്? അതെന്തോളം അങ്ങനെ ചെയ്ത്? പല്ലിനച്ച കേടാന്. ഇന്ന് തിന്നത് കമ്പറ് കട്ടി. നിങ്ങക്ക് ഈ പൊട്ടിയിൽ ഇടങ്ങേറുണ്ടോ? ഇടങ്ങേറുണ്ട്. നല്ല ചട്ടിയാണ്. എന്നാലും പിടി പോയിന്നല്ലേ ഉള്ളൂ. ചുട്ടൂടെ എങ്ങനെ പിടിച്ച? അത്രക്കൊരു പ്രശ്നമല്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ ഫേവറേറ്റ് പാത്രങ്ങൾ ഇത് പാലക്കാടത്തെ പാത്രല്ലേ? നമുക്ക് കുക്കർ ഫസ്റ്റില് ഗ്യാസ് അടുപ്പും ഗ്യാസും തന്നില്ലേ, അതിലൊരു കുക്കർ തന്നത്. ഇനി രണ്ടാം കുട്ടിക്ക് ഒരു കുക്കർ. ഇനി പുതിയ കുക്കർ എവിടെ? അതവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഇനി കുക്കർ വാങ്ങണ്ട. കുക്കറിന്റെ അല്ല, ദോശ ചട്ടി. കുക്കർ ഇവിടെ ഇല്ലേ? കുക്കറുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല, രണ്ടെണ്ണം പൊട്ടിക്കോട്ടെ. ഇതൊക്കെ ഉപയോഗിക്കണ്ട. അതൊക്കെ അട്ടപ്പുറത്തുള്ളത് ഉപയോഗിക്ക്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ വാണ്ടിയാണ്. ഇനി 2 കുക്കർ ഉണ്ടോ? ഗൈസ് എനിക്കാണെങ്കിൽ ഭയങ്കര ചട്ടി നേരാക്കി തന്നാ മതിയോ? ചട്ടി അങ്ങനത്തെ ഒരു ചട്ടി വാങ്ങി തന്നാ മതിയോ? ഞാൻ ചൂട്ടത് മയങ്ങി മയങ്ങി റെഡി ആയി. മയങ്ങിയോ? ആരപ്പോ? ആരെ കൂടെ മയങ്ങിക്കണേ? അമ്പലത്തിൽ അന്നദാനം ഉണ്ട്. പണ്ടൊക്കെ ഞാൻ കഴിക്കാൻ പോയായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ പോക്കില്ല. എല്ലാവരും വരും. ഈ നാട്ടിലെല്ലാവരും അന്നദാനം കഴിക്കാൻ വേണ്ടി വരും. അതായത് ജാതി മത ഭേദമന്യേ എല്ലാവരും വരിവരിയെ കഴിക്കാൻ പോകുന്ന സ്ഥലമാണ്. അതായത് അമ്പലത്തിൽ നിന്ന് കുറെ വിട്ടിട്ടാണ്. പക്ഷെ എന്നാലും എല്ലാവരും അവിടെ നിന്ന് കഴിക്കല്. നല്ല സാമ്പാറും ചോറും പായസം ഒക്കെ ഉണ്ടാവും. ഉമ്മ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉള്ള എല്ലാവരും, ഈ നാട്ടിലുള്ള ഒരുവിധം എല്ലാവരും പോയിട്ടുണ്ടാവും. എനിക്കതല്ലേ, ഇവിടുത്തെ പാത്രം എറിഞ്ഞു, അത് പൊട്ടിയില്ല. ഇവിടുത്തെ അതാ ഫ്രൈ പാനൊക്കെ എറിഞ്ഞിക്കണേ. അതല്ല, അടിയിലിരിക്കുന്ന സാധനങ്ങളൊക്കെ അതൊന്നും പൊട്ടിയില്ല. നിങ്ങളെ മാത്രം പൊട്ടിയതാ? എന്താ? എനിക്ക് തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് ഇറിറ്റേഷൻ ചെയ്തൊരു വ്ളോഗ് എടുക്കാന്ന്. പക്ഷെ നിങ്ങള് ഭയങ്കര സൗമ്യമായിട്ട് പെരുമാറിയത് കൊണ്ട് നിങ്ങളെ വേണ്ട. അപ്പൊ പിന്നെ പൊട്ടട്ടെ, അത് നല്ലത്. 14 കൊല്ലമൊന്നും ഒരു കുക്കറിൽ വെക്കാൻ പാടില്ല. ആ പുതിയ കുക്കർ കിട്ടിയിട്ട് 4 കൊല്ലായില്ലേ? എന്നിട്ട് അത് ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഇനി ഇത് ഉപയോഗിക്കണ്ട കേട്ടോ. ഇനി കുറച്ചു കാലം അത് ഉപയോഗിക്കാം. ചോറ് വെക്കന്നെ. ഏത്? അപ്പൊ പിന്നെ നിങ്ങൾ ഇതെണ്ണ ഒരിക്കലും ചെയ്യരുത്. കാരണം ഉപയോഗിക്കാത്ത സാധനത്തിനെ കേടെടുത്തി എന്ന് വെച്ചാൽ ഉപയോഗിച്ച് ഇത്രയും കാലം കാണുന്നാല് എനിക്ക് ഇത്ര കുറച്ചേരം അടങ്ങാറുണ്ടായിരുന്നു ഗൈസ്. ഇതൊക്കെ പാടെ കേടെടുത്തി ചെയ്തു എന്നുള്ളത്. ഇനി എനിക്ക് അടങ്ങാറില്ല. കാരണം ഉപയോഗിക്കാതെ ഓരോന്നും അവിടെ കേടെടുത്തി. എന്നെതിന് കാരണം എറിഞ്ഞതാരാ? ഞാൻ പറയാം, എറിഞ്ഞതാരാ? ആരാ കുറ്റക്കാരി? അപ്പൊ എറിഞ്ഞ ആൾക്കല്ലേ കുറ്റം? ഞാൻ എറിയ പറഞ്ഞു. ഞാൻ പറയുന്നൊക്കെ കേൾക്കലുണ്ടോ? ഞാൻ പറയുന്നൊക്കെ കേൾക്കലുണ്ടോ? പിന്നെ ഇത് മാത്രം എന്തിനാ ഈ കേട്ട്? അത് ഉമ്മാന്റെ ആവുകൊണ്ട് അത് പൊട്ടി അണക്കെന്താ? എന്ത്? ഞാൻ പറഞ്ഞു അഭിനയം മുഖത്ത് വരരുത്, പ്രവൃത്തിയിൽ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് എറിഞ്ഞു കല്ലുമ്മക്ക്. അതാ താഴത്ത് വെച്ച കല്ല് ആ പുല്ലിക്ക് എറിഞ്ഞാ മതിയായിരുന്നു. അപ്പൊ അത് ചെയ്തില്ല. അതാ പറയണതേ. ആണം വെച്ച് എറിഞ്ഞതന്നെ അല്ലേ? പുല്ലിക്ക് എറിഞ്ഞാ പോരാണെന്നില്ലേ?
എന്തായാലും പോയത് പോയി, പുതിയത് ഇനി വാങ്ങി തരില്ല, ഉള്ളത് ഉപയോഗിക്കും. ഇവിടെ കുക്കറുണ്ട്, കുടിരിക്കലിന് കിട്ടിയ കുക്കറുണ്ട്, അവിടെ കല്യാണത്തിന് കിട്ടിയ കുക്കറുണ്ട്, അതൊക്കെ എലി കടിച്ചു പോയിക്കണേ. എന്നിട്ടും ഈ പഴയതിലാണ് വെക്കണത്. നല്ല കാലം ഞാൻ അത് എറിഞ്ഞു പൊട്ടിയതേ നല്ലതിനാ. അവിടെ ഉള്ള അലുമിനിയം കുക്കർ തന്നെയല്ലേ? ആര് എന്ത് അങ്ങനെ ഒരു കുക്കർ നിലവിൽ വന്നിട്ടില്ല. ഇത് അലുമിനിയം, ആ അത് ഇറ്റാലിയോ. ഏതാ ഔലിയ? ഇവിടെ പോയി ഔലിയേ ഇറ്റാലിയോ, ഇറ്റാലിയോ ഇറ്റാലിയോ ഇറ്റാലിയം പറഞ്ഞൊരു സാധനം ഉണ്ടോ? അതിന്റെ പേര് പറ. ഇറ്റാലിയം മാർബിളൊക്കെ ഞാൻ കേട്ടിക്കണേ. ഇത് ഇറ്റാലിയോ. സ്റ്റീലല്ലേ? സ്റ്റീലല്ല, സ്റ്റീലിനും അത് ഏത് കമ്പനി? ഇറ്റാലിയം പറഞ്ഞ കമ്പനി ഏതാ? കമ്പനിയല്ല, ഇതാണ് സ്റ്റീല്. ഇത് അലുമിനിയം. ആ പിന്നെ ഇറ്റാലിയോ ഉണ്ട്. എനിക്കറിയില്ല എന്താലിയാണാവോ. എനിക്ക് ആകെ 2 ആലീനെ അറിയുള്ളൂ. ഒന്ന് നമ്മളെ താഴത്തെങ്ങാടിത്തെ ആലിയും ഇതും. മുട്ടായൊക്കെ പെറുക്കി തിഞ്ഞ് നല്ല സോയില്ല. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നിങ്ങളുടെ പെരയിലും ഇതേപോലത്തെ ആൾക്കാരുണ്ടോ? പഴയത് മതി എന്ന് പറഞ്ഞിട്ട് പുതിയതിനെ അവിടെ വെച്ച് 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 അവസാനം പുതിയത് ആക്രിക്കാർക്ക് കൊടുക്കുന്ന ആളുകളുണ്ടോ? ഇപ്പം ഈ വീട്ടിൽ കണ്ട നമ്മൾ അവിടെ ടേബിൾ വെച്ച് ഞാൻ അവിടെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാന്നൊക്കെ വെച്ചാൽ ആഗ്രഹിച്ചുണ്ടാക്കിയ ഒരു പെരയിൽ ഇപ്പം അടുക്കളയിൽ വന്നിരുന്നിട്ടാണ് ഫുഡ് കഴിക്കണേ. ഇവിടെ ടേബിളായി. അതെന്താ കാരണം? പലതും അങ്ങനെ തന്നെയാണ്. ഇവിടെ എന്ത് കാര്യം അങ്ങനെ തന്നെയാണ്. ആ അതാണ്. അത് ആദ്യം ആലോചിച്ചില്ലല്ലോ നിങ്ങള്. എന്നാ പിന്നെ ആ ടേബിൾ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. പെരയിലുള്ള പോലെ നേരെ കഴിക്കണ്ട, അല്ലാതെ ആൾക്കാർക്ക് നേരെ ആക്കിയിട്ട് എന്താ കാര്യം? മനസ്സിലായില്ലേ? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇതായിട്ട് അവിടുന്ന് ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതെ അതിന് ജീവിത രീതിയൊക്കെ ഒന്ന് മാറി നല്ല രീതിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടും അടുക്കളയിലല്ലേ. ആൾക്കാരും വരുമ്പോ അലമാറിന്റെ ഉള്ളിലത്തെ പാത്രങ്ങൾ വെച്ചു കൊടുക്കും. ഒരിക്കൽ നായ തിന്നാൻ കൊടുക്കുന്നതിന് കൊടുക്കും. ആ അതാണ്. ആൾക്കാരെ നന്നാക്കിയിട്ട് എന്താ കാര്യം? ആൾക്കാരെ കാണിക്കല് നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിലാണ് കാര്യം. അല്ലാതെ ഇതൊന്നും ഉപയോഗിക്കാതെ എന്താ കാര്യമുള്ളത്? അതൊക്കെ ആൾക്കാരെ കാണിക്കണ ഒരു പരിപാടിയാ. എന്നിട്ട് കാണാൻ നല്ല പുതപ്പ് എടുത്തു വെക്കും. അതെന്തിനാ വിരുന്നേര് വരുമ്പോ കൊടുക്കാം? വിരുന്നേര് രാജാവിന്റെ മാതിരി പേരയിലുള്ള പട്ടികളെ മാതിരി അങ്ങനെയൊക്കെ കടന്നോ. ഓരോ പെരയിലെ പുതപ്പ് ഉണ്ടാവില്ല അങ്ങനെ. എന്ത് തിരുമ്പിടണം? നാറിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് പഴക്കം ഉണ്ടാവുന്നുള്ളൂ. പുതിയ മണമുള്ള സ്പ്രേ ഉള്ള പതിപ്പൊന്നും കൊടുക്കണമെന്നില്ല. ഇവരൊക്കെ പറഞ്ഞാല് ഞാൻ എന്റെ ടേബിളും പോയിട്ടോ കൈക്കോളൂ കഴിച്ച്. ഞാൻ തുടച്ചാലും പാടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കി ഞാൻ അങ്ങനത്തെ ഒരു ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ്. പിന്നെ നിങ്ങൾക്ക് ഉമ്മയുടെ പടിയിലിരിക്കണം, ബാത്റൂമിന്റെ മുമ്പിൽ ഇരിക്കണം. ആ അതാണ് ഉമ്മാന്റെ ഇഷ്ടം. അത് ഉമ്മ ശീലിച്ചു പോയതാണ്. അനക്ക് അടുക്കളയിൽ ഇരിക്കണം. അല്ല അനക്ക് കുറേ പണിയുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഗൈസ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഒരു കണ്ടന്റ് ആയിട്ട് ആരും കാണണ്ട. ഞാൻ ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചാണ്, അത് ഏറ്റില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ നിങ്ങളുടെ പെരയിലും 14 പോലത്തെ പഴക്കമുള്ളതുകൊണ്ട് ഞാൻ സെന്റിമെന്റ്സ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഞാൻ റൂട്ടൊന്ന് മാറ്റി വിടാൻ നോക്കിയതാ. അതായത് അമ്മായിമ്മൻ്റെ സാധനം മരുമോള് പൊട്ടിച്ചു, മരുമോളിൻ്റെ സാധനം പൊട്ടിച്ചില്ലാന്നുള്ളത് വരുമ്പോൾ അമ്മായിമ്മ ഒരു ഈറ പിടിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അമ്മായിമ്മ മുട്ടായി കൊടുത്തു ഒതുക്കി ഗൈസ്. അതിൽ എനിക്ക് ബാക്കി പറയാനുള്ളത് മറന്നുപോയി. ഇവിടെ ഞാനിവിടെ ഭയങ്കര ഹൈപ്പിൽ കച്ചറ ഉണ്ടാക്കുമ്പോൾ എന്താണ് മുട്ടായി നട്ട് കൊടുത്ത്. അപ്പം എനിക്ക് തോന്നി ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല, നാട്ടുകാരെ പൊട്ടന്മാരാക്കുന്നത്. കുഞ്ഞാക്കാന്റെ കടയ്ക്ക് മാക്സിട്ട് പോയ ആളാണ് കണ്ടല്ലേ. ഇവിടെ നിങ്ങളുടെ ആളാ അല്ലേഹ? ഇവിടെ നിങ്ങളുടെ ആളാ? അവളെ പണിക്ക് എടുത്തിക്കോളൂ ഇവിടെ. ഇവിടെ പണിക്ക് എടുത്തിക്കോ. താറ്റാ ഏതാ വേണ്ട? മുട്ടായി കൊടുത്തു കഴിഞ്ഞാലേ അജ്ജി പിടുത്ത കുട്ടിയല്ലേ. അങ്ങനത്തെ വണ്ടി ആരാ പൊമ്പലൊക്കെ ജീരക സോളി റോട്ടി. പോരെ പോരെ പോരെ. ഇല്ല ഞാൻ പോണില്ല. പോരെ 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 പോരെ. എനിക്ക് ചന്തിയൊക്കെ പൊള്ളുന്നു തോന്നുന്നു. അൽഫാം ആവും അടുത്തൊക്കെ. അൽഫാം ഇല്ലല്ലല്ല പോട്ടെ.
ടാങ്കൊക്കെ പതുക്കിട്ടേ ചന്തി പൊള്ളിയിട്ടിരിക്കണേ അലേഹ. എമീൻ്റെ കടയിലൊക്കെ പോയി ഒരു വെള്ളമൊക്കെ കുടിച്ച് വെള്ളം കുടിച്ച് അലേഹ ഇതല്ലാത്തതൊക്കെ അലേഹ കുടിച്ച് പിന്നെ കുറച്ച് കോൺഫ്ലവർ പൊടി ഇത് വാങ്ങാൻ പോയതാണ് ചിക്കനിൽ ചേർക്കാൻ. ഇത്രേ ഉള്ളൂ. ഇഞ്ചി മിഠായി. കുറേ ആൾക്കാർ കുഞ്ഞേമേനെ കാണാനില്ല പറഞ്ഞു. കുഞ്ഞേമേനെ കണ്ടില്ല. കുഞ്ഞേമേന്റെ കടയിൽ കയറിയിട്ട് ഇറങ്ങണ്ടേ? ഉള്ളിൽ കയറി കുത്തിരിക്ക. നെയ്സില് പാപ്പാക്കൊന്ന് വിളിച്ചുല്ലേ? ഇതെന്താ മിന്നാത്ത മീനോ? മീനൊന്നും ആർക്കും പറ്റുന്നില്ല. അല്ലെങ്കിൽ മീൻ എത്ര ഉണ്ടെങ്കിലും ഇവിടെ തികയാത്ത ആൾക്കാരാ. മീൻ ഞാൻ തിന്നണില്ല. അതന്നെയാണ് ഞാൻ നിർത്തിയോണ്ടാണ് പ്രശ്നം. ഞാൻ തിന്നാണെങ്കിൽ ഇതൊക്കെ തീർന്നുണ്ടാവും അല്ലേ? ഇവിടെ അത് വെയിറ്റ് കഴിഞ്ഞിട്ട് നിർത്താക്കിയാൽ മതി. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.